സെറ്റ് പോലെ നമുക്കെല്ലാം ഇവിടുന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടാനും പല ഇൻ്റർവ്യൂസിൽ ക്രാക്ക് ചെയ്യാനും പറ്റിയത്. എനിക്ക് 2 പ്ലേസ്മെൻറ്റ് കിട്ടി. ഒന്ന് കോപ്സ്റ്റെക് എന്ന് പറഞ്ഞൊരു കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയും, രണ്ടാമത് ആൻസർ റോബോട്ടിക്സ് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയും. പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെ. ഇപ്പം പ്രത്യേകിച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പിന് സ്റ്റുഡൻസ് വന്നാലോ ഇൻഡസ്ട്രി വിസിറ്റിനായിട്ട് ഐഹബ് റോബോട്ടിക്സിലോ അല്ലെങ്കിൽ ഐഹബ് സ്കൂൾ ഓഫ് ലേണിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ എടുക്കാനുള്ള രീതിയിൽ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രസൻറ്റേഷൻ സ്കിൽസ് അത്യാവശ്യം നന്നായിട്ട് ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് പോസിറ്റിവിറ്റി എല്ലാം എനിക്ക് ഈ ഒരു ഇതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കാരണം അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സിൽ നമുക്ക് കുറേ മോക്ക് ഇൻ്റർവ്യൂസ് സംഘടിപ്പിച്ച് അതും ഫോർമലായിട്ട് തന്നെ നമ്മൾ വരുത്തിച്ച് ഫോർമലായിട്ട് തന്നെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ടൈപ്പിലാണ് അവർ നമ്മളെ ക്വസ്റ്റ്യനിങ് ആൻസറിങ്ങൊക്കെ എല്ലാം അവർ നടത്തിയത്. അതായത് ഓരോ വട്ടം ചെല്ലുമ്പോഴും സെൽഫ് ഇൻട്രോ ചെയ്യിപ്പിച്ച് നമ്മൾ ഭയങ്കരമായിട്ടൊരു ഫുൾ കോൺഫിഡൻസ് ആക്കാന്ന് അറിയില്ല, അതുപോലെ ആക്കി തന്നു. പിന്നെ പല മോക്ക് ഇൻ്റർവ്യൂസ് വെച്ച കാരണം നമുക്ക് കുറേ വട്ടം കുറേ കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. എന്താണ് പറയേണ്ടത്, അവിടെ എന്ത് രീതിയിലാണ് പറയേണ്ടത്, എന്താണ് അവിടെ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ കാണിക്കേണ്ടത്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായാലും അവർ ചെയ്യാൻ പറ്റുന്ന ടാസ്കിലായാലും നമ്മൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്, എല്ലാം നമുക്കൊരു സെറ്റ് പോലെ നമുക്കെല്ലാം ഇവിടുന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടാനും പല ഇൻ്റർവ്യൂസിൽ ക്രാക്ക് ചെയ്യാനും പറ്റിയത്. ഞാൻ എന്തായാലും സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റുകയാണെങ്കിൽ അത് ഐഹബിലൂടെയാണ് നേടിയേക്കണേ. കാരണം പഠിക്കേണ്ട കാര്യമായാലും പ്രാക്ടിക്കൽ നോളജ് ആയാലും ഞാനിപ്പോൾ എങ്ങനെ ഈ നിലയിലെത്തുന്നോ അതിനൊക്കെ ഒരു കാരണം ഐഹബാണ്.